ഹേ ഗൈസ്, ഇന്ന് നമ്മളിപ്പം നമ്മുടെ ഫോർച്യൂണറായിട്ടാണ് ഞാനിന്ന് വോൾവോൻ്റെ മൾട്ടി ആക്സിൽ ബസ് ഓടിക്കാൻ പോകുന്നത്. സോ അവിടെ നമുക്കൊരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഇന്ന് ഓട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അവർ ഓടിക്കാൻ തന്നെ. ഇന്ന് ആൾക്കാരുള്ള ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓടിക്കാൻ തരില്ലായിരുന്നു ഗൈസ്. നമ്മളെന്തായാലും ഇപ്പം പതുക്കെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പോകാം. ആദ്യമായിട്ടാണ് ഞാൻ ആ ബസ് ഓടിക്കുന്നത്. വോൾവോൻ്റെ ഒരു മൾട്ടി ആക്സിൽ ബസ്സാണ്, നമുക്കത് ഓടിക്കണം. ഞാൻ പരമാവധി ഓവർടേക്ക് ഒക്കെ ചെയ്യും. എനിക്ക് ഓവർടേക്ക് ഇടിച്ചാലൊന്നും കുഴപ്പമില്ല. ഫോർച്യൂണർ പൈസ ആകെ കുറവാണ്. ഞാൻ കുറേ ബസ് എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത നമുക്ക് ഖലീഫ പറ്റുമെങ്കിൽ കൊണ്ടുവരാം. ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് അടിക്കണം, എത്ര ലൈക്ക് ടാർഗറ്റൊന്നുമില്ല, ഒരു 100 മണ്ടേ കയറുവാണെങ്കിൽ ഞാൻ ഖലീഫ ബസ് കൊമ്പനും 2 വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എവിടെയാണ് ബസ് ലോഡിങ് അപ്പ്. The Rupees 1 store is live. This is your cue to open the app now. ലോഡിങ് മാപ്പ് കഴിഞ്ഞാൽ വരുമായിരിക്കും. അവിടെ ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ചെന്നാൽ നമുക്ക് നമ്മുടെ ബസ് എടുക്കാം. എനിക്കത് ഓടിക്കാൻ ഭയങ്കര കൊതിയാവുകയാണ്. പോകണം, കുറേ പോകണം ഗൈസ്. എന്തായാലും പതുക്കെ പോകാം. കുറച്ച് പറപ്പിച്ച് വിടാം. ലൈറ്റൊക്കെ ആണ് കിട്ടിയത്. ഈ വണ്ടി ഞാൻ കുറച്ച് ആയിട്ട് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. വണ്ടി ഇറക്കുന്നത് വണ്ടി പുറത്ത് ഗ്യാരേജിൻ്റെ ഞാൻ കുറേ ഇറക്കിയിട്ട് ഈ വണ്ടി മഴ പെയ്തു. നമുക്ക് എന്തായാലും വൈപ്പറൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകാം. മഴയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു വൈബാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെയാണ് സിറ്റിയൊക്കെ ഇട്ടുണ്ട്. സീനില്ല. നമുക്ക് എന്തായാലും നമുക്ക് പെട്ടെന്ന് ബസ് എടുക്കണം. അപ്പുറത്ത് പെട്രോൾ പമ്പിനാണ് ഗൈസ്. 10 ലിറ്റർ പെട്രോളൊക്കെ ഉണ്ട്, നമുക്കത് മതി. നമ്മൾ 100 കടന്ന് 130 കിടക്കും. സ്പീഡ് ടെസ്റ്റ് കിടക്കുന്നത് ഇപ്പോൾ ഹൈവേ ആണ്. മേടിക്കാൻ പറപ്പിച്ചു നല്ല ഇവിടെ ഇപ്പം കയറ്റം വന്ന് ഈ പാലം വലിയൊരു പാലാണ്. ഇത് കയറ്റം വരുന്നത് ഭയങ്കര ഒരു ഇറക്കം വരും. അപ്പം വണ്ടി നമുക്ക് 100. ഇപ്പം തന്നെ 100 കടന്നു 200 എത്തി. ഈ സാധനമാണ് സൈഡിൽ ഇപ്പം 202. ഇപ്പം എന്തായാലും പറയപ്പോൾ ഒരു വലിയ കയറ്റം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും പെട്ടച്ചു പോകാം. ഫോർച്യൂണറാണ്. അതുകൊണ്ട് ഇത്ര ഞാൻ ചക്കനെ ഇറക്കിയിട്ട് നാളായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വരുന്നത്. ഒരു ബ്രിഡ്ജിൽ നിന്നാണ് മാപ്പിൻ്റെ ഡോറ് തുറന്നു പറയാണ്ട് ലിമിറ്റ് തുറക്കുമ്പോഴത്തേക്കും ഇപ്പം ഇറക്കം വരികയാണ്. എനിക്ക് പാലം കുറേ തവണ
ടിക്ടോക്കിലും കണ്ടത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ കൂടെ ഓടിക്കുന്നൊക്കെ. ഈ ഇറക്കം ഈ പാലം ബസ്സിലാണ് നമുക്കൊന്ന് വണ്ടി ഓടിക്കാൻ നമുക്ക് ഭയങ്കര കൊതിയായിട്ടായി. 230 കടന്നു വണ്ടി 300 കടക്കും 100 കടക്കും. ഇത് നല്ല പിക്കപ്പൊക്കെ ഉണ്ട് കേട്ടോ. 132ആണ് 32ഒക്കെയാണ് കയറിയത്. സുഖമായിട്ട് ഘട്ടം ചാടിക്കുക. ഇത് അന്ന് വരെ പാലാണെന്ന് തോന്നുന്നു. കഷ്ടം. ശരി, കുറേ ദൂരമുണ്ട്. തന്നെ 5 മിനിറ്റ് കഴിയാറ്. 5 മിനിറ്റ് കഴിഞ്ഞു. 6 മിനിറ്റായി. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറേ ദൂരമുണ്ട്. പറപ്പിച്ചു വിടാം. എനിക്ക് FPS കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാർ സബ്ബ് ചെയ്യാൻ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, പൊട്ടിക്കുക. ഗെയിമിംഗ് വീഡിയോസ് പിന്നെ വരും. എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് മഴ പെയ്യും. നമുക്ക് ബസ് കിട്ടണമെങ്കിൽ ഇടവഴി കൂടെ പറ്റുമെങ്കിൽ കയറി ഇപ്പം സ്കിഡാവും വണ്ടി. പിന്നെ ഒരു നമുക്ക് അങ്ങനെ വണ്ടി കിട്ടിയേക്കാണ്. സ്കിഡിന് വണ്ടി. ഇപ്പം മഴയാണ്. നമുക്ക് എന്തായാലും അകത്ത് കയറാം. അകത്ത് കയറി വോയിസിലൊക്കെ പുതിയ വണ്ടിയൊന്നും കിട്ടും. റിവേഴ്സ് എടുത്തിട്ട് വണ്ടി എടുക്കാം. വണ്ടിയിൽ 45 ലിറ്റർ പെട്രോൾ ഇത് അവർ നമുക്ക് 2 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് 1 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. അവിടെ പെട്രോൾ പമ്പ് ഉണ്ടാകും. എന്തെങ്കിലും പെട്രോൾ അടിക്കും. പെട്രോൾ പമ്പിൽ നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് നോക്കാം. ഞാൻ ഫുൾ ടൈം അടിക്കാൻ പോകും. 2000 രൂപയൊന്നും വേണം. ഒരു 1500 രൂപയ്ക്ക് അടിക്കാം. സൗണ്ട് ഇതിൻ്റെ ഒരു ശേഷം തോന്നി ഭയങ്കര തന്നത്. Terima kasih, hati-hati di jalan. Terus ഞാൻ എന്തായാലും ഇപ്പോൾ ഈ സൗണ്ട് ഒന്ന് ഓഫാക്കിയാട്ടെ. ഇതൊരു മൾട്ടി ആക്സൽ ബസ്. എന്തായാലും ഞാൻ ഇതിൻ്റെ സംഭവം കാണിച്ചു തരാം. നമുക്ക് റിവേഴ്സ് എടുക്കാം. നമുക്കെല്ലാം അങ്ങ് തുറന്നിട്ടേക്കാം. കുറച്ച് ഇതിപ്പോൾ ഈ വണ്ടി ഇങ്ങനെ താന്നായിരിക്കുന്നു. ഇപ്പോൾ വണ്ടി പൊങ്ങിയത് കണ്ടോ? ആ സാധനം ഞാനിപ്പോൾ എല്ലാം അടച്ചിട്ടു. ഇപ്പോൾ വണ്ടി പൊങ്ങിയ ഈ 2 എടുക്കുമ്പോൾ വണ്ടി താന്ന് കിടക്കും. ഇത് പൊക്കുമ്പോൾ ഇങ്ങനെയാവും. ഡിക്കിയിലൊന്നുമില്ല. നമുക്ക് വണ്ടി താന്ന് കിടക്കുക. വണ്ടി ഓഫാക്കി
ഇതിനകത്ത് വല്ല തുറന്നിട്ട് ഈ ബെഡിൻ്റെ അകത്ത് വല്ല ഇതിൽ കൂടെ കയറി ഈ ബെഡിൽ കിടക്കാം നമുക്ക്. ഡോറൊക്കെ തുറക്കട്ടെ. ഓക്കെ, പിന്നെ വണ്ടി നോക്കാം. അത് രാവിലെ പറയുന്നതിന് നമുക്കൊരു കിടന്നുറങ്ങുന്ന വണ്ടിക്കകത്ത് ചെന്ന് കിടന്നുറങ്ങാം. പെട്രോളൊക്കെ അടിച്ചല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ ഈ വണ്ടി ഫുൾ ഓടിക്കാം. ബൈ. എല്ലാവർക്കും ബൈ. പാർട്ട് 2 കാണാം.